ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ 334 രാഷ്ട്രീയ കക്ഷികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. കേരളത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ടത് 7 പാർട്ടികൾക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക സന്ദർശിക്കും. 3 വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ ഇന്ത്യ വെടിവച്ചിട്ടതായി വ്യോമസേനാ മേധാവി. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി അടുത്ത 3 വർഷത്തിൽ ഇരട്ടിയാകുമെന്ന് കേന്ദ്ര സർക്കാർ. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരങ്ങളായി രമേഷ് ബുദിഹാലും കിഷോർ കുമാറും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 334 രാഷ്ട്രീയ കക്ഷികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. സംഭാവനകൾ സ്വീകരിക്കാനുള്ള അനുമതിയും ആദായനികുതി ഇളവും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ കക്ഷികൾക്ക് നഷ്ടമാകും. കേരളത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ടത് 7 പാർട്ടികൾക്കാണ്. RSP-B, RSPI-M, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി, സെക്കുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി, ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്കുലർ, നേതാജി ആദർശ് പാർട്ടി എന്നിവയുടെ അംഗീകാരമാണ് റദ്ദാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക സന്ദർശിക്കും. ബംഗളൂരു മെട്രോ യെല്ലോ ലൈൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി മെട്രോ 3ാം ഘട്ട പദ്ധതിക്കും തറക്കല്ലിടും. ബംഗളൂരുവിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കാക്കോരി സംഭവത്തിന്റെ 100ാം വാർഷിക ദിനമായ ഇന്ന് വിപ്ലവകാരികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 100 വർഷം മുമ്പ് ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ ഇന്ത്യക്കാർ പ്രകടിപ്പിച്ച ധൈര്യം കോളനി വാഴ്ചയ്ക്കെതിരായ ജനങ്ങളുടെ വിദ്വേഷം എടുത്തുകാട്ടിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിലെ ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായിരുന്നു കാക്കോരി ട്രെയിൻ സംഭവമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. 1925 ഓഗസ്റ്റ് 9-ന് കാക്കോരി റെയിൽവേ സ്റ്റേഷന് സമീപം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വിപ്ലവകാരികൾ ട്രെയിൻ തടഞ്ഞു നിർത്തി ബ്രിട്ടീഷ് ഗവൺമെന്റ് ട്രഷറിയുടെ പണം കൊള്ളയടിച്ചതാണ് സംഭവം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും 1 നിരീക്ഷണ വിമാനവും ഇന്ത്യ വെടിവച്ചിട്ടതായി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. ബംഗളൂരുവിൽ 16ാമത് എയർ ചീഫ് LM ഖത്രെ അനുസ്മരണ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാന്റെ ഷാബാസ് ജേക്കബാബാദ് വ്യോമത്താവളത്തിന് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. Our air defense systems have done a wonderful job. The S-400 system, which we had recently bought, has been a game changer. The range of that system has really kept their aircraft away from their weapons like long-range glide bombs that they have. They have not been able to use any one of those because they have not been able to penetrate this system. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ നാളെയും പ്രവർത്തിക്കും. കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടിയിട്ടുണ്ട്. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30-ന് പ്രസിദ്ധീകരിക്കും. പട്ടിക വിഭാഗക്കാർക്ക് മികച്ച സാമൂഹിക നിലവാരത്തോടെയുള്ള ജീവിതം ഉറപ്പുവരുത്താൻ കേരള സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പട്ടിക വിഭാഗക്കാർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇങ്ങനെ 4 പ്രധാന ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാളും ഏറ്റവും മികച്ച സാമൂഹ്യ പരിതസ്ഥിതിയിൽ ജീവിക്കാൻ കേരളത്തിലെ പട്ടിക വിഭാഗക്കാർക്ക് കഴിയുന്നുണ്ട്. തദ്ദേശീയ ജനതയ്ക്ക് ദോഷകരമാകുന്ന ഉള്ളടക്കങ്ങൾ AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിക്കപ്പെടുന്നത് തടയാൻ നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കഴിഞ്ഞ വർഷം 23,000 കോടി രൂപയിലെത്തിയെന്നും അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിയാകുമെന്നും പ്രതിരോധ ഗവേഷണ വികസന സെക്രട്ടറി ഡോക്ടർ സമീർ കാമത്ത്. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ 14ാം ബിരുദദാന ചടങ്ങിന് ശേഷം പൂനെയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ വ്യവസായത്തിന്റെയും അക്കാദമിക് സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ മികവിന്റെ 15 കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നതായും ഡോക്ടർ സമീർ കാമത്ത് പറഞ്ഞു. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക,
ഹർ ഘർ സ്വച്ഛതാ യജ്ഞം പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് 15 വരെയാണ് യജ്ഞം. പരിപാടിയുടെ ഭാഗമായി തിരംഗ ഘോഷയാത്രകൾ, ശുചിത്വ റാലികൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക സംസ്കൃത ദിനം. സംസ്കൃതത്തിന്റെ പുനരുജ്ജീവനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. സംസ്കൃതം അറിവിന്റെയും ആവിഷ്കാരത്തിന്റെയും കാലാതീതമായ ഉറവിടമാണെന്ന് ദിനാചരണ സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ട്രെയിൻ യാത്രക്കാർക്ക് മടക്കയാത്രകളിൽ 20% കിഴിവ് നൽകുന്ന റൌണ്ട് ട്രിപ്പ് പാക്കേജ് നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. യാത്രയ്ക്കും മടക്കയാത്രയ്ക്കുമായി ഒരേ യാത്രക്കാരുടെ പേരിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ് ഇത് ബാധകമാകുന്നത്. പദ്ധതി പ്രകാരം ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് റീഫണ്ട് നൽകില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലോക തദ്ദേശീയ ദിനമായ ഇന്ന് സംസ്ഥാനത്തെ ജില്ലകളിലെ വിവിധ ഗോത്ര കലാരൂപങ്ങളുടെ സംഗമസ്ഥാനമായി കാസർകോട്ടെ കുറ്റിക്കോൽ ഗ്രാമം മാറി. കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പിലാക്കുന്ന ജനഗൽസ പദ്ധതിയുടെ ഭാഗമായാണ് കലാകാരന്മാർ അണിചേർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. പാളത്തൊപ്പിയണിഞ്ഞ സ്ത്രീകളുടെ സംഘം ജനകൽസ വേദിയിൽ കൊറക നൃത്തത്തിന്റെ ചുവടുകൾ വെച്ചപ്പോൾ സദസ്സിന് വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നത്. കൊറക നൃത്തത്തിന് പുറമെ കാസർഗോഡ് തദ്ദേശീയ ജനതയുടെ തനത് കലാരൂപങ്ങളായ എരുതുകളി, മംഗലംകളി, കണ്ണൂർ ജില്ലയിലെ തദ്ദേശീയ കലാരൂപങ്ങൾ, വയനാട് ജില്ലയിലെ നാടൻ കലാ അവതരണം, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വട്ടക്കളി, കൂടാതെ മലപ്പുറത്തെയും പാലക്കാടിന്റെയും ഇടുക്കിയിലെയും വിവിധ കലാരൂപങ്ങളും 2 ദിവസങ്ങളിലായി കാസർഗോഡ് അരങ്ങേറി. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോയമ്പത്തൂർ കർപ്പകം കോളേജ് വിദ്യാർത്ഥികളും തമിഴ്നാട് സ്വദേശികളുമായ ശ്രീ ഗൌതം, അരുൺകുമാർ എന്നിവരാണ് മരിച്ചത്. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ വിഭാഗം സെമിഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരായി രമേഷ് ബുദിഹാലും കിഷോർ കുമാറും. മഹാബലിപുരത്ത് നടന്ന ക്വാർട്ടർ ഫൈനലിൽ ബുദിഹാൽ 14.84 കിഷോർ 10.50 സ്കോർ നേടിയാണ് സെമിയിൽ എത്തിയത്. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. കേരളത്തിൽ സൌഹൃദ മത്സരത്തിന് വരില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഈ വർഷം ഒക്ടോബറിലാണ് മത്സരം നിശ്ചയിച്ചിരുന്നത്. ഇത് 2026ലേക്ക് മാറ്റണമെന്ന് AFA ആവശ്യപ്പെട്ടു. അത് സമ്മതമല്ലെന്ന് അവരെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പുറത്തിറക്കി. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. ഈ മാസം 30-നാണ് വള്ളംകളി. ഉത്തരാഖണ്ഡിൽ ഉത്തരകാശി ജില്ലയിലെ ധരാലി, ഹർസിൽ ദുരന്തബാധിത മേഖലയിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ വലിയ തോതിൽ പുരോഗമിക്കുന്നു. ഇതുവരെ 775 പേരെ രക്ഷപ്പെടുത്തി. അവശ്യ ദുരിതാശ്വാസ സാമഗ്രികൾ ഹെലികോപ്റ്റർ വഴി ദുരിത ബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നു. വൈദ്യുതി, ജലവിതരണം, ആരോഗ്യ സംരക്ഷണം, റോഡ് ഗതാഗതം എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. നാളെ ലോക സിംഹദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ ബർഡ വന്യജീവി സങ്കേതത്തിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീലും പങ്കെടുക്കും. 180 കോടി രൂപയുടെ വന്യജീവി സംരക്ഷണ പദ്ധതിക്ക് നാളെ തുടക്കം കുറിക്കും. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും മിതമായതോ കനത്തതോ ആയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ പ്രഗതി മൈതാനത്ത് 100 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചതായാണ് കണക്ക്. അടുത്ത 2-3 ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. 2026ലെ 23ാമത് ദേശീയ ഗവേണൻസ് പുരസ്കാരങ്ങൾക്കുള്ള പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ഭരണപരിഷ്കാര, പൊതു പരാതി പരിഹാര വകുപ്പ് പുറത്തിറക്കി. ദേശീയ ഗവേണൻസ് പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ സെപ്റ്റംബർ 1 മുതൽ www.nceg.gov.in എന്ന വെബ് പോർട്ടലിൽ സമർപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 15. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ 334 രാഷ്ട്രീയ കക്ഷികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. കേരളത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ടത് 7 പാർട്ടികൾക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക സന്ദർശിക്കും. 3 വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടതായി വ്യോമസേന മേധാവി. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി അടുത്ത 3 വർഷത്തിൽ ഇരട്ടിയാകുമെന്ന് കേന്ദ്ര സർക്കാർ. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരങ്ങളായി രമേഷ് ബുദിഹാലും കിഷോർ കുമാറും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.